രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പിൽ കർണാടകയിലും ഉത്തർപ്രദേശിലും നാടകീയത. കർണാടകയിൽ ബി.ജെ.പി. എം.എൽ.എ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഒരു ബി.ജെ.പി. എം.എൽ.എ വോട്ടെടുപ്പിന് എത്തിയിട്ടില്ല. അതേസമയം ഉത്തർപ്രദേശിൽ 6 സമാജ്വാദി പാർട്ടി എം.എൽ.എമാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തതായി വിവരങ്ങൾ വരികയാണ്. സിബി ദില്ലിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. സിബി, ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വലിയ നാടകീയത സൃഷ്ടിക്കുകയാണ്, പ്രത്യേകിച്ചും കൂറുമാറ്റത്തിന്റെ നാടകീയത സൃഷ്ടിക്കുകയാണ് കർണാടകത്തിലും ഉത്തർപ്രദേശിലും. എന്താണ് സംഭവിക്കുന്നത്? കർണാടകത്തിൽ ഒരു ബി.ജെ.പി. എം.എൽ.എ കോൺഗ്രസിന് വോട്ട് ചെയ്തതായി അറിയുന്നു. അതേസമയം ഉത്തർപ്രദേശിൽ 6 സമാജ്വാദി പാർട്ടി എം.എൽ.എമാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു എന്ന് കേൾക്കുന്നു. മനു, തീർച്ചയായും 13 സംസ്ഥാനങ്ങളിലെ ഏകദേശം 56 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 41 സീറ്റുകളിലേക്ക് ഇതില്ലാതെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇനി ബാക്കിയുള്ള 3 സംസ്ഥാനങ്ങളിലെ 15 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇന്നിപ്പോൾ മത്സരം പുരോഗമിക്കുന്നത്. ഉത്തർപ്രദേശിലും കർണാടകയിലും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലുമാണ്. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഹിമാചലിലെ 1 സീറ്റിലേക്കും കർണാടകയിലെ 4 സീറ്റിലേക്കുമാണ് ഇന്നിപ്പോൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നാടകീയത, ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ കർണാടകയിലുമാണ്. ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിലേക്ക് മത്സരം പുരോഗമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ 6 സമാജ്വാദി പാർട്ടിയുടെ എം.എൽ.എമാർ ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ തന്നെ സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പായ മനോജ് പാണ്ഡെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഈ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. അതിൽ ഈ റായ്ബറേലി ജില്ലയിൽ നിന്നുള്ള ഇഞ്ചഹാറിലെ എം.എൽ.എ ആണ് ഈ ഒരു ചീഫ് വിപ്പായ മനോജ് പാണ്ഡെ ഇപ്പോൾ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൂടാതെ 6ഓളം ഇന്നലെ അഖിലേഷ് യാദവ് വൈകിട്ട് ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയെങ്കിലും ആ അത്താഴ വിരുന്നിലേക്ക് എസ്.പിയുടെ 8 എം.എൽ.എമാർ എത്തിയിരുന്നില്ല. അതേ തുടർന്ന് തന്നെ ഈ 8 എം.എൽ.എമാർ ക്രോസ് വോട്ട് ചെയ്യുമെന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ 6 എം.എൽ.എമാർ ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ്.പി എം.എൽ.എ ആയ രാകേഷ് പ്രതാപ് സിംഗ് ബി.ജെ.പിക്ക് ക്രോസ് വോട്ട് ചെയ്യുകയും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്തു. ഏതായാലും അംഗബലം അനുസരിച്ച് അവിടെ 7 സീറ്റുകളിലേക്ക് എസ്.പിക്കും 3 സീറ്റ് ബി.ജെ.പിക്കും 3 സീറ്റുകളിൽ എസ്.പിക്കും വിജയിക്കാൻ കഴിയും. എന്തായാലും അങ്ങനെ ഒരു നാടകീയത ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. മറ്റൊന്ന് കർണാടകയാണ്. കർണാടകയിൽ ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ നാടകീയ നീക്കമാണ് കർണാടകയിൽ നടക്കുന്നത്. കർണാടകയിൽ 2 ബി.ജെ.പി. എം.എൽ.എമാർ ക്രോസ് വോട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ബി.ജെ.പി. എം.എൽ.എ നിലവിൽ ക്രോസ് വോട്ട് കോൺഗ്രസിന് അനുകൂലമായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു എം.എൽ.എ കൂടി ക്രോസ് വോട്ട് ചെയ്യുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ ഈ ബി.ജെ.പിയുടെ എം.എൽ.എ ആയ അൽബിൻ ശിവറാം ഹെബറാണ് ഇനിയിപ്പോൾ ആ എം.എൽ.എ. വ്യക്തമാണ്. ഏതായാലും വ്യാപകമായി കൂറുമാറ്റം നടക്കുന്നു, ക്രോസ് വോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സിബി നമുക്ക് ദില്ലിയിൽ നിന്ന് നൽകിയത്.